സഫാനെ, ക്ലയൻസ് വീട് വെക്കുമ്പോൾ പറ്റിപ്പോകുന്ന 3 മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? 3 മിസ്റ്റേക്കുകൾ അല്ലേ? ഓക്കെ. ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ഈസ് നോ റിയൽ ബഡ്ജറ്റ്. അതായത് ക്ലയൻസ് വീടെടുക്കുന്ന സമയത്ത് അയാൾ അറിയാതെ വീണ് പോകുന്നതാണ് പിൻട്രസ്റ്റ് ഹൗസസ് എന്ന് പറയുന്നത്. നമ്മൾ അത് അറിയാതെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയും അതിൻ്റെ ബഡ്ജറ്റ് എന്താണോ അത് നമ്മൾക്ക് താങ്ങുന്നതാണോ എന്ന് പോലും അറിയാതെ അവർ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് കൺസ്ട്രക്ഷൻ്റെ പകുതി സ്റ്റേജിലെത്തുമ്പോൾ അത് സ്റ്റോപ്പായി നിൽക്കാറാണ് പതിവ്. സോ അങ്ങനത്തെ ഒരുപാട് കേസ് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് വി ഷുഡ് നോ ദ ബഡ്ജറ്റ് ഓഫ് അവർ ഹോം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങിയതാണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. സോ ദ സെക്കൻഡ് മിസ്റ്റേക്ക് ഈസ് കോപ്പി പേസ്റ്റ് ഡിസൈൻ ഓർ കോപ്പിങ് ഇൻസ്റ്റഗ്രാം ഹൗസസ്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന വലിയ വലിയ ഹൗസസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറാണ് പതിവ്. സോ ഇറ്റ്സ് ലുക്ക് അമേസിങ്, അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ക്ലൈമറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് അത് യോജിക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എ ഗുഡ് ഡിസൈൻ ഈസ് ഈക്വൽ ടു പേഴ്സണൽ പ്ലസ് പ്രാക്ടിക്കൽ. സോ ദ തേർഡ് മിസ്റ്റേക്ക് ഈസ് ഇഗ്നോറിങ് ഫ്യൂച്ചർ നീഡ്സ്. അതായത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് ടു ഡിസൈൻ ഓൺലി ഫോർ ടുഡേ, ഇന്നൊക്കെ എന്നുള്ള രീതിക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാതിരിക്കുക. സോ അവർ ഡ്രീം ഹോം ഷുഡ് ഡിസൈൻ ഫോർ അവർ ഫ്യൂച്ചർ നീഡ് ഓൾസോ. ഓക്കെ. സോ ബിൽഡ് സ്മാർട്ട്, നോട്ട് ട്വൈസ്. സേവ് ദിസ് ബിഫോർ യു ബിൽഡ്. So whenever you are planning for a home, consider an architect. Okay, see you.